ഇതാണ് നാർണിയ സിനിമയിൽ ആ കൊച്ച് ടർക്കിഷ് ഡിലൈറ്റ്. ബിക്കോസ് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ആ കൊച്ചിൻ്റെ മുഖത്ത് മുഴുവൻ ഒരു പൊടിയിരിക്കും, ആ ചുണ്ടിലൊക്കെ. അതെൻ്റെ മുഖത്ത് വരുന്നുണ്ടോയെന്ന് പറയണേ ഗൈസ്. ചുണ്ടിലൊക്കെ പൊടിയോ കണ്ടാ പൊടി സാധനം. ഇന്ന് ഈ റെസിപ്പി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. കമോൺ. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് 2 കപ്പ് പഞ്ചസാര, അരമുറി ലെമൺ ജ്യൂസ്, റെഡ് കളറ്, ഇതൊരു ഓറഞ്ച് റെഡ് കളറാണ്, ചെറിയ റെഡ് കളറാണ് ആവശ്യം. പിന്നെ ലെമൺ ജ്യൂസ്, ലെമണിൻ്റെ തൊലി ചുരണ്ടിയത് 1 ടീസ്പൂൺ. ഇനി ആവശ്യത്തിന് വെള്ളം, ഒരു 1.5 കപ്പ് വെള്ളം, അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തു. ഇനി ഇത് നല്ലോണം മെൽട്ടായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നല്ലപോലെ മെൽട്ടായി വരട്ടെ. ഇനി നമുക്ക് അതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാര നല്ലോണം അലിയിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ലെമൺ ജ്യൂസും പിന്നെ ലെമണിൻ്റെ ആ തൊലി സ്ക്രബ് ചുരണ്ടി എടുത്തതും ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഞാൻ അതില്ലെങ്കിൽ ലെമണിൻ്റെ ഫ്ലേവറിൽ എന്ത് ആഡ് ചെയ്താലും മതി കേട്ടോ. പിന്നെ ചുരണ്ടിയതാകുമ്പോൾ നാച്ചുറലാണല്ലോ, അതാണ് അത് എടുത്തത്. പിന്നെ റെഡ് കളറ്, ചെറിയ റെഡ് കളർ തന്നെ എടുക്കാൻ മറക്കരുത്. കാരണം ഞാൻ എടുത്തപ്പോൾ കളർ ജസ്റ്റ് ഒന്ന് മാറിപ്പോയിട്ടുണ്ട്, ഓറഞ്ച് റെഡായി പോയിട്ടുണ്ട്. ചെറിയ റെഡ് ആയാലും കറക്റ്റ് കളർ കിട്ടുള്ളേ. ഇത് ഞാൻ കളർ കുറച്ചൊക്കെ ആഡ് ചെയ്തിട്ടും സെയിം കളർ തന്നെയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം തിളച്ച് വറ്റട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് അടുത്ത ഒരു മിക്സ് ഉണ്ടാക്കി നോക്കിയാലോ. ഇതിലേക്ക് വേണമെങ്കിൽ ഓപ്ഷണലാണ് 1 പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്യും. കാരണം മധുരം ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഓവർ കുത്തു മധുരം എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മധുരം ബാലൻസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള മറ്റ് ഇത് നമുക്ക് നോക്കാം. ഒരു പ്ലെയിൻ ആയ പാത്രത്തിലോട്ട് 1 കപ്പ് കോൺഫ്ലവർ ആഡ് ചെയ്യാം. കോൺഫ്ലവറും പ്ലസ് ഒരു 1.5 കപ്പ് വെള്ളം. 1 കപ്പ് കോൺഫ്ലവറാണ് ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഞാൻ അതിലേക്കും 1 പിഞ്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് സിമ്മിലിട്ട് ആക്കുമ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കണേ, അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം തിക്ക് കൺസിസ്റ്റൻസി ആയി വരട്ടെ. അപ്പോഴേക്കും ഞാൻ കുറച്ചും കൂടി വെള്ളം വെച്ചിട്ട് ഒരു 1.5-1.25 കപ്പോളം ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ വേവിച്ചെടുക്കാം. വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് സെറ്റാക്കി എടുക്കാം. ഏകദേശം തിക്ക് കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഞാൻ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ടേസ്റ്റ് കൂടണതിന് പാൽപ്പൊടി ആഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ആഡ് ചെയ്യാം. ഇതൊക്കെ കിളക്കണീൻ്റെ മുന്നേ തന്നെ ആഡ് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മൾ വിചാരിച്ച സെയിം കൺസിസ്റ്റൻസി ആയി വന്നിട്ട് ഈ കൺസിസ്റ്റൻസി ആവണം. കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ വെച്ച ഷുഗർ സിറപ്പ് അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യണേ. കട്ട കുത്താൻ ചാൻസ് ഉണ്ട്, അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഞാൻ നല്ലപോലെ ഇളക്കി കൊടുത്തു. കട്ട കുത്താത്ത രീതിയിൽ ഞാൻ ആ ഷുഗറിൻ്റെ വാട്ടർ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇത് ഞാനിപ്പോഴും ഞാൻ ഒഴിച്ചു കൊടുത്തപ്പോൾ എനിക്ക് ആ ചെറിയ റെഡ് കളർ കൊണ്ട് കിട്ടുന്ന ഓറഞ്ച് കളറേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെറിയ റെഡ് കളർ തന്നെ വാങ്ങിക്കണം. ആ സെയിം കളർ കിട്ടണമെങ്കിൽ ചെറിയ റെഡ് കളർ തന്നെ വേണം. അപ്പോൾ നമ്മൾ ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതൊക്കെ ചെയ്യുമ്പോഴും സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം വിസ്ക് ഉപയോഗിച്ച് നല്ലോണം ഇളക്കി കൊടുത്ത് ഏകദേശം കൺസിസ്റ്റൻസി ആയി. ഇത് സിമ്മിലിട്ട് 3/4 മണിക്കൂറോളം ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ഇളക്കി കൊടുക്കുക ചെയ്തത്. അപ്പോൾ പറ്റാനുള്ളത് ഒഴിച്ച് വിടരുത്. ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഓറഞ്ച് കളറാണ് വരുന്നത്. എത്ര കളർ ഒഴിച്ചിട്ടും ഇതിൽ ഓറഞ്ച് കളർ മാത്രമാണ് വരുന്നത്, റെഡ് കളർ വരുന്നില്ല. ഇത് കളർ പൊടിയായിപ്പോയി. ഇത് കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന കളറാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്യേണ്ടത്. കളറിൻ്റെ പേര് ചെറിയ റെഡ് കളറ്. അപ്പോൾ ഇത് എത്ര ഒഴിച്ചിട്ടും ആ കളർ മാത്രമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങളിത് വാങ്ങുമ്പോഴും ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ഇത് ഏകദേശം 3/4 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലോണം ഇതൊക്കെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് കട്ട കുത്തിയതൊക്കെ ലെവലാക്കി നല്ലോണം വിസ്ക് ഉപയോഗിച്ച് തന്നെ ഇളക്കി കൊടുക്കണേ. അപ്പോഴേ ആ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ഉടഞ്ഞു പോവുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളടുത്ത് പുഡിംഗ് ട്രേ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാവും. എൻ്റെ കയ്യിലത് കൊണ്ടില്ല പാത്രമാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. കുണ്ടില്ല പാത്രം ഞങ്ങൾ മലപ്പുറംകാർ പറയണം. ഞങ്ങളെ നാട്ടിലെന്താ ഈ പാത്രത്തിന് പറയാമെന്ന് പറയണേ. ഞങ്ങൾ പറയൽ കുണ്ടില്ല പാത്രം എന്നാണ്. ബൗളും എന്നും പറയും, എളുപ്പം കുണ്ടില്ല പാത്രം എന്ന് പറയാനാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1.5 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണേ.
ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നു പോയതാണ്. ബൗളിലേക്ക് ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കണമെങ്കിൽ വെക്കാം, പുറത്ത് വെച്ചാലും മതി. ചൂടാറിയിട്ട് ജസ്റ്റ് ഒന്ന് കമിഴ്ത്തി കൊടുത്താൽ തന്നെ അത് അടർന്നു പോരും. പക്ഷെ ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. അങ്ങനെ യൂസ് ചെയ്യരുത്. പിന്നെ ചെയ്യണ പ്രോസസ്സിനൊക്കെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെക്കരുത്. അപ്പോൾ ഇത് നമ്മൾ കമിഴ്ത്തിയപ്പോൾ തന്നെ പെട്ടെന്ന് പോന്നിട്ടോ. ഞാൻ പുഡിങ്ങൊക്കെ ഇങ്ങനെ ചെയ്യാൻ നോക്കിയിരുന്നു, പക്ഷേ എൻ്റെ പുഡിങ്ങൊന്നും ഇതുവരെ ഇങ്ങനെ സാറ്റിസ്ഫാക്ഷനിലായി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ചെയ്തപ്പോൾ ഞാൻ കമിഴ്ത്തന്നെ വെച്ചപ്പോൾ അതിൽ സെയിം ഷേപ്പിലോട്ട് പോകുന്നപ്പോൾ മനസ്സിന് എന്തോ ഒരു ഭയങ്കര ഹാപ്പിനെസ്. കാരണം ഞാൻ ഇതുവരെ ചെയ്തിട്ട് ഇങ്ങനെ ആയിട്ടില്ല. പുഡിങ്ങൊന്നും നമ്മളങ്ങനെ മറിക്കലൊന്നുമില്ലല്ലോ, അങ്ങനെ കട്ട് ചെയ്താൽ കഴിക്കുക, അതാണ് സ്ഥിരം. അങ്ങനെ കട്ട് ചെയ്തപ്പോൾ നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ അങ്ങനെ സ്ക്വയറിലാക്കി കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇനി ഞാൻ ഫുള്ളായി കട്ട് ചെയ്ത് മാറ്റി വെച്ച് ഇനി ചെറിയൊരു പ്രോസസ്സും കൂടി അത് ചെയ്യാം. കട്ടുമ്പോൾ ഞാനത് അലുവ കഷ്ണം പോലെ ആയി നിൽക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ തൊടുമ്പോൾ അങ്ങനെ കട്ടായി പോരുന്നോ ഇതാവണോ ഒന്നുമില്ല. അപ്പോൾ അത് സെറ്റായി. അപ്പോൾ ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര പൊടിച്ചതും അതേപോലെ തന്നെ കോൺഫ്ലവറും അരിച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ. അരിക്കണ പ്രോസസ്സൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഷുഗറും കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തിട്ട് ഇനി ഇത് ഡെസേർട്ട് നമുക്ക് ഇതിൽ മുക്കിയെടുക്കാം. അതാണ് എന്താ പറയുക, ആ ഫിലിമിൽ ആ കുട്ടി കടിക്കുമ്പോൾ അങ്ങനെ ലിബുമ്മലൊക്കെ ആ പൗഡറായി നിൽക്കുന്നത്. അപ്പോൾ അപ്പോൾ ഇനി ഓരോന്നായി അതിലിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. പക്ഷെ ഡിപ്പ് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് ഡിപ്പ് ചെയ്ത് ഇങ്ങനെ ലെയറായി വെച്ച് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. ഞങ്ങൾക്ക് എന്താ പറയുക, ഭയങ്കര സ്വീറ്റാണ്. ഷുഗർ പേഷ്യൻസ് ആർക്കൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല. പക്ഷെ അല്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിപ്പോൾ ഇനി ഫ്ലേവർ മാറ്റിയിട്ട് നമുക്ക് അതിന് വേറെ ഫ്ലേവറിലും ചെയ്യാം. റെഡ് കളറിൽ ഓറഞ്ച് കളറാക്കി ഓറഞ്ച് പൗഡർ ആഡ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് പല രീതിയിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് ഫുള്ളായി ഡിപ്പ് ചെയ്തെടുത്ത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് ഇത് മാറ്റാം. ഇതാണ് നാർണിയ സിനിമയിൽ ആ കൊച്ച് ടർക്കിഷ് ഡിലൈറ്റ്. ബിക്കോസ് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ആ കൊച്ചിൻ്റെ മുഖത്ത് മുഴുവൻ ഒരു പൊടിയിരിക്കും, ആ ചുണ്ടിലൊക്കെ. നമ്മളെ റെസിപ്പി ഇവിടെ സെറ്റായിട്ടുണ്ട്. ആ പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ടും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ആ ഫ്രിഡ്ജിൻ്റെ വെള്ളം ഇങ്ങനെ ഇതായിട്ട് അബ്സോർവ് ആയി പോവുകയാണ്. അതിനെന്താ ചെയ്യാന്ന് എനിക്കല്ല, തണുപ്പ് പോയിട്ട് ഒന്നും കൂടി ഡിപ്പ് ചെയ്യണം, അപ്പോഴേ അത് കറക്റ്റ് ഇതിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീണ്ടും കാണാം. ബൈ.